ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. കർത്താവ് തെരഞ്ഞെടുത്ത തൻ്റെ 70 അറിയിപ്പുകാരിൽ 2 പേരോട് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് മടങ്ങിപ്പോകുന്ന ആ ശിഷ്യന്മാരോ കർത്താവ് വിളിക്കുന്നത്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്ര വേദനയോടെയായിരിക്കും അവരെ അങ്ങനെ വിളിക്കുന്നത്. കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുത്തതാണ്. സമാധാനത്താൽ അവരെ നിറച്ചതാണ്. ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം കൊടുത്തതാണ്. അവരുടെ പേര് ജീവൻ പുസ്തകത്തിൽ എഴുതിയതാണ്. സർവ്വ അനുഗ്രഹങ്ങളാലും ദൈവം അവരെ നിറച്ചതാണ്. സർവ്വ സമാധാനം അവർക്ക് കൊടുത്തതാണ്. എന്നാൽ കർത്താവ് ഇപ്പോൾ അവരെ വിളിക്കുന്നത്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങളിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയം പതറുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം സംശയിക്കുന്നതാണെങ്കിൽ ഓർത്തുകൊള്ളുക, കർത്താവിനോടുള്ളതായ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകഴിഞ്ഞു. കർത്താവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ നാം വഷളായിപ്പോയി എന്നുള്ളൊരു സത്യമാണ്. നാം മന്ദബുദ്ധികളായിപ്പോയി എന്നുള്ള സത്യമാണ്. പിശാച് നമ്മളെ ക്ഷുദ്ര ചെയ്ത് മയക്കുക എന്നുള്ളത് സത്യമാണ്. ഗലാത്യ സഭ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയെ വിളിക്കുന്നത് എങ്ങനെയാണ്? ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ച് കെട്ടിയിരിക്കാൻ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയരാറ്. അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റവരല്ലേ? ഗലാത്യ സഭ കൂട്ടായ്മ ആചരിച്ചവരല്ലേ? അവരെ ദൈവിക ശക്തി അനുഭവിച്ചവരല്ലേ? എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളെ ശത്രു പിശാച് ക്ഷുദ്രം ചെയ്ത് മയക്കിക്കളഞ്ഞു, നിങ്ങളെ കണ്ണുകാഴ്ച കളഞ്ഞു. പ്രിയപ്പെട്ടവർ, എന്നാൽ ഈ വചനം കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ശാന്തമായി ചിന്തിക്കാം. എൻ്റെ ആത്മക്കണ്ണുകൾ സജീവമാണോ? എൻ്റെ ആത്മക്കണ്ണുകളുടെ രക്ഷകനായ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? എൻ്റെ ആത്മ ചെവികൾ കൊണ്ട് കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ടോ? കർത്താവിനെ നിയന്ത്രിക്കാറുണ്ടോ? അവൻ്റെ തിരുസാന്നിധ്യം അറിഞ്ഞും തിരുശബ്ദം കേട്ടുമാണോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിമിഷം എങ്ങനെയാണോ? ഒരു നിമിഷം നാം തെറ്റിപ്പോയാൽ പ്രിയപ്പെട്ടവരെ, ശത്രു നമ്മളെ തകർക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും, എൻ്റെ തുറക്കപ്പെട്ട അവയവങ്ങൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ, എൻ്റെ തുറക്കപ്പെട്ട അധരങ്ങൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ. എപ്പോഴും ഒരു ദൈവവൈതലുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കാവൽക്കാരുണ്ട്. അത് മുദ്രയിട്ടതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളതാണ്. അതെപ്പോഴും ദൈവിക കാവലുള്ളതാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നു, അവർ മന്ദബുദ്ധികളായിപ്പോയി, അവർ ബുദ്ധിഹീനരായിപ്പോയി, അവർ നിരാശരായിപ്പോയി. അവരുടെ ഹൃദയത്തിൽ സാത്താൻ ഇടം കിട്ടി. അവർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവർ പറഞ്ഞു, നമ്മുടെ സമർപ്പണമെല്ലാം പോയി, യേശു നമ്മളെ വിട്ടുപോയി, നമുക്ക് തിരികെ പോകാം. 11 കിലോമീറ്റർ ദൂരെയുള്ളതായ എമ്മൗസ് എന്ന ആ ഭവനത്തിലേക്ക് അവർ 2 പേരും തിരികെ പോവുകയാണ്. ഭാര്യയും ഭർത്താവും അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്തവരാണ്, നല്ല വേല ചെയ്തവരാണ്, ദൈവം ആശയോടെ വിളിച്ചവരാണ്, ഒരു കാലത്ത് ആത്മാവിൻ്റെ ഫലം കായ്ച്ചവരാണ്. എന്നാൽ ഇന്ന് നിരാശ പൂണ്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് ഹൃദയത്തിൽ അവിശ്വാസത്തിന് ഇടം കൊടുത്ത് സാത്താൻ ഇടം കെട്ടി ഇന്ന് പിന്മാറ്റ ജീവിതത്തിലാണോ? കർത്താവ് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വചനം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് വിളിക്കുന്നത്, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് കർത്താവ് വിളിച്ചു. ഇത് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലെ വിശ്വാസികളോട് ഇപ്രകാരം പറയും, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സരിയോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമുക്കത് കഴിഞ്ഞിട്ടുണ്ടോ? യാഗം അത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി യാഗമൃഗത്തെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ യാഗമൃഗത്തെ അറുത്ത് കൊല്ലുന്നു.
അതിനെ അങ്ങ് പ്രത്യേകമായി മുറിച്ച് യാഗപീഠത്തിൽ വിളിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസി യാഗമാണ് തീരണം. എങ്ങനെയാണ് തീരേണ്ടത്? നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പ്രിയപ്പെട്ടവർ, എത്ര വിശാലമായ ആശയമുണ്ട്! ഞാനെന്ന് പറയുന്ന മനുഷ്യൻ, ഈ ശരീരം അത് ജീവനുള്ള യാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അത് മുറിച്ച് കൊല്ലുന്നില്ല, അതിനെ അറുത്ത് കൊല്ലുന്നില്ല. അത് ജീവനുള്ള യാഗമാണ്. അത് ജീവനുള്ള യാഗമാണ്, അത് വിശുദ്ധിയുള്ള യാഗമാണ്. കാരണം പരിശുദ്ധനായ ദൈവത്തിന് വസിക്കാനുള്ള ശരീരമാണിത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവം എവിടെയെങ്കിലും മ്ലാനനാകുന്നുണ്ടോ? ദൈവം മൗനമായിരിക്കുന്നുണ്ടോ? അവൻ്റെ മുഖം മ്ലാനമായി പോകുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങളെക്കാര്യത്തിൽ ജാഗരൂകരാകാറുണ്ടോ? പ്രിയപ്പെട്ടവർ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. മർക്കോസ് 16:14. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ യൂദാ ഒഴികെയുള്ള 11 പേര്. ആ 11 പേർക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പലപ്പോഴും പ്രത്യക്ഷനായി. ഒരിക്കൽ പ്രത്യക്ഷനാകുമ്പോൾ പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. ഈ 11 അപ്പോസ്തലന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും കർത്താവ് ശാസിച്ചു. സ്തോത്രം. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടു എന്ന് പറഞ്ഞവരുടെ വാക്ക് എല്ലാവരും വിശ്വസിച്ചില്ല. കർത്താവ് അവരോട് അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. സ്തോത്രം. നന്നായി. കർത്താവ് ശാസിക്കുക എന്ന് പറഞ്ഞാൽ ആ അവിശ്വാസവും കഠിനഹൃദയവും അവിടെ നിന്ന് മാറുകയാണ്. കർത്താവിനെ മാറ്റുകയാണ്. നന്നായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ അവിശ്വാസവും എൻ്റെ ഹൃദയകാഠിന്യവും വചനത്തിലൂടെ ഇവിടെ നിന്ന് മാറ്റി തരണമേ. ഞങ്ങളെ ശുദ്ധീകരിച്ചെടുക്കണമേ. ഞങ്ങൾക്ക് മനസ്സാണ്. കർത്താവെ, നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ ഈ തലമുറയിൽ എനിക്ക് മനസ്സാണ്. നിങ്ങൾക്കങ്ങനെ സമർപ്പിക്കാമോ? കർത്താവ് അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു എന്ന് വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട്. ലൂക്കോസ് 9:41. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ വിളിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. അവിടെ ഭൂതഗ്രസ്തനായ ഒരുവന്, ഭൂതം ബാധിച്ച ഒരുവനെ ശിഷ്യന്മാരിലേക്ക് കൊണ്ടുവന്നു. അവന് സൗഖ്യം കൊടുക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. യേശു അവരോട് പറയുകയാണ്, ആ കാര്യം അറിഞ്ഞുകൊണ്ട് യേശു അവരോട് പറയുകയാണ്, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും. സ്തോത്രം. കർത്താവ് താൻ തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും. സഹോദരികളെ, നമ്മെ ഓരോരുത്തരെയും ഇന്ന് സഹിച്ചും വഹിച്ചും സ്നേഹിച്ചും ഇന്ന് നമ്മളെ വഴി നടത്തുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേദന നിങ്ങൾ അറിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസം വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ സംശയം വരുമ്പോൾ, നമ്മുടെ ഹൃദയം ഈ ലോകത്തിലേക്ക് തിരിയുമ്പോൾ കർത്താവ് എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്ന. യോഹന്നാൻ 6:26. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്. ബെത്സയിദയിലെ മലഞ്ചെരുവിൽ ഒരു ദിവസം കർത്താവിന് വചനം കേൾക്കുവാനായിട്ട് ഓടിക്കൂടിയ ജനസമൂഹത്തിന് കർത്താവ് വചനം കൊടുത്തു. കർത്താവ് അവരിൽ മനസ്സറിഞ്ഞ് അവർക്ക് ആഹാരം കൊടുത്തു. ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും കൊണ്ട് അവിടെ കൂടിയിരുന്ന വലിയ പുരുഷാരത്തിന് ഇഷ്ടം പോലെ ആഹാരം കൊടുത്തു. മൃഷ്ടാന്ന ഭോജനം കൊടുത്തു. 12 വട്ടം മിച്ചമെടുത്തു. അതിന് പിറ്റേ ദിവസം ആ പുരുഷന്മാരെല്ലാം പിന്നെ യേശുവിലേക്ക് കൂടി വന്നിരിക്കുകയാണ്. കർത്താവരോട് പറയുന്ന വാക്യമാണ് വായിച്ചു കേട്ടത്. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യക്കാരായി വന്നവരല്ല, നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും അത്ഭുത ശക്തി പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ വന്നവരല്ല, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല,
നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ഇന്നലെ അപ്പം തിന്നു, വയറ് നിറയെ അപ്പം തിന്നു, നിങ്ങൾ ആ അപ്പത്തിന് വേണ്ടിയാണ് വരുന്നത്. കർത്താവ് വീണ്ടും അവരോട് പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്യേണ്ട വാക്യമാണ്, മനപ്പാടമാക്കേണ്ട വാക്യമാണ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ആയുസ് മുഴുവൻ നാം പാഴാക്കുന്നത് ഈ ഭൂമിയിൽ എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്നും എന്ത് ധരിക്കുമെന്ന് അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. എന്നാൽ നശിച്ചു പോകുന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല നാം അധ്വാനിക്കേണ്ടത്. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ യഹൂദന്മാരോട് കൃത്യമായി പറഞ്ഞു, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. ഇന്നും കർത്താവായ യേശു നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നുണ്ട്. അവൻ നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. അവൻ നമ്മളെ ഓരോരുത്തരെയും അറിയാം. അവൻ പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ പാപത്തെ വെറുക്കുന്നുവെങ്കിലും പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അവൻ്റെ വചനം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനാണ്. ഈ വചനത്തിലൂടെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ അത്യത്ഭുത ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എന്നേക്ക് നിലനിൽക്കുന്ന ആഹാരം അത് ഞങ്ങൾക്ക് തരണമേ എന്ന് നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കാമോ? കർത്താവേ, നിലനിൽക്കുന്ന ആഹാരം, സ്വർഗീയ മന്ന, വചനമാകുന്ന മന്ന ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ആകിത്തരണമേ, തൂകിത്തരണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത 40 വർഷക്കാലവും അവരുടെ പാളയത്തിന് ചുറ്റും അവർ പൊഴിഞ്ഞു കിടക്കുന്നതായ മന്ന കണ്ടു. പ്രിയപ്പെട്ടവർ, ഈ മന്ന പൊഴിച്ചു കൊടുത്തത് സ്വർഗത്തിലെ ദൈവമാണ്. ഒരു ദിവസം പോലും മുടങ്ങിപ്പോകാതെ എല്ലാ ദിവസവും മന്ന കിട്ടി. പ്രിയപ്പെട്ടവർ, ഈ മന്ന ജീവനിലേക്ക് നിലനിൽക്കുന്ന, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ഈ മന്ന എനിക്ക് ഇന്ന് പൊഴിച്ചു തരണമേ. നിങ്ങളാരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ഹൃദയത്തിലേക്ക് ജീവദായകമായ മന്ന തരണമേ. പ്രാർത്ഥനയോടെ നിങ്ങളിരുന്നാൽ നിങ്ങൾക്കത് കിട്ടും. ദൈവത്തിന് സ്തോത്രം. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. അതിന് അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. എത്ര വ്യക്തമായ വചനമാണ്! പിതാവായ ദൈവം മുദ്രയിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം നിങ്ങൾക്ക് തരുമെന്നുള്ളത് വ്യക്തമാണെങ്കിൽ, അത് വാഗ്ദത്ത വചനമാണെങ്കിൽ, അത് ഇന്ന് ഇപ്പോൾ എന്നിൽ നിവൃത്തിയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ജീവൻ്റെ മന്ന കിട്ടും, യാതൊരു സംശയവുമില്ല. കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി ജനത്തോടെ പറഞ്ഞു. നമുക്ക് വീണ്ടും വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. സ്തോത്രം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യമാണ് നാം അവിടെ വായിച്ചു കേട്ടത്. ഇപ്രകാരമാണ്: എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം ആശ്വസിച്ചിരിക്കുന്നതായ ജനം, ദൈവം ആശ്വസിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നവരായ പ്രിയജനം, ആ ജനത്തെ ദൈവം അവൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നീ ജാഗ്രതയുള്ളവനായിരിക്കുക, നീ മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും എന്നോടും കൂടെ അത്താഴം കഴിക്കും. നിത്യനായ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം, ഈ അന്ത്യകാല തലമുറയിലെ ജനങ്ങൾക്കുള്ളതായ വാഗ്ദത്ത വചനം. ദൈവജനമേ, അവൻ ആശ്വസിച്ചിരിക്കുന്ന, അവന് പ്രിയമുള്ളവരെയൊക്കെയും അവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്, അവന് പ്രത്യാശയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവൻ വചനം തരുന്നത്. അവൻ എന്തിനാണ് കഠിനമായ വചനം തരുന്നത്? ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ വചനം കേട്ട് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുമെങ്കിൽ, നിങ്ങൾ മാനസാന്തരപ്പെടുമെങ്കിൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർശനമായ ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക: അവൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കലുണ്ട്. അവൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരാണ്? സൃഷ്ടാവായ ദൈവം, നിന്റെ ഉടയവനായ ദൈവം, പിതാവായ ദൈവം, സകല അധികാരവും കൊടുത്ത് നിന്റെ അരികിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിന്റെ ഏകജാതനായ പുത്രൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ വീണ്ടെടുക്കുന്നവനാണ്, അവൻ നിത്യജീവൻ പകരുന്നവനാണ്, അവൻ പാവമോചനം കൊടുക്കുന്നവനാണ്, അവനൊരു അധികാരമുള്ളവനാണ്.
അവൻ വീണ്ടെടുക്കുന്നവരെല്ലാം പിതാവാരെയും പുത്രന് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ പുത്രൻ്റെ വകയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന നിർമ്മല പുരുഷൻ്റെ വകയാണ് ഞാൻ. ആർക്കെല്ലാം ഇപ്പോൾ ബോധ്യമുണ്ട്? അവൻ്റെ വചനമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഹൃദ്യമായ വചനമാണ് എൻ്റെ ചെവികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കെല്ലാം ഉറപ്പുണ്ട്? ആകയാൽ മാനസാന്തരപ്പെടുക. ഇപ്പോൾ ഹൃദയം കർത്താവിനായി തുറക്കുക, ജീവിതം കർത്താവിനായി കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. നീ എത്ര പാപത്തിൽ വീണവനായാലും, നീ എത്ര അതികഠിനമായ പാപങ്ങൾ ചെയ്തവനായാലും ശരി, ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്നുകൊണ്ട് നിന്നെ മുട്ടി വിളിക്കുന്ന ഈ സമയം, ആകയാൽ മാനസാന്തരപ്പെടുക, റൈറ്റ് അബൌട്ട് എൻ്റർ ചെയ്യുക, ജീവിതം ദൈവത്തിനായി കൊടുക്കുക, പാവഴികളോട് യാത്ര പറയുക. ക്രിസ്തു വെറുക്കുന്ന പാപത്തെ നീയും വെറുക്കുക. സ്തോത്രം. ക്രിസ്തു പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. മറന്നു പോകരുത്. പാപത്തെ വെറുക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഓരോ പാപിയെയും സ്നേഹിക്കുന്നു. ആ യേശു എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. അവൻ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് വചനം തരുന്നത്. അവനിപ്പോൾ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് മുട്ടുന്നുണ്ട്. ആകയാൽ നീ മനസ്സാന്തരപ്പെടുക. ഞാൻ വാരക്കിൽ നിന്ന് മുട്ടുന്നു. എത്ര സ്നേഹത്തോട് അധികാരമുള്ള ദൈവപുത്രൻ ഒരു യാചകനെ പോലെ നിന്റെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. കൃപായുഗമാകയാൽ കർത്താവായ യേശു ക്രിസ്തു കൃപാസനത്തിൽ ഇരിക്കുന്നതിനാൽ ഇന്ന് അവൻ്റെ സ്നേഹത്തിൻ്റെ സ്വരം നമുക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് കഠിനപാപവും ക്ഷമിച്ചു തരും. സ്തോത്രം. പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ ഇടത്തും വലതുമായ ക്രൂശിച്ച 2 കടന്മാരിൽ ഒരുവന് കർത്താവ് ക്ഷമിച്ചു കൊടുത്തില്ലേ? അവൻ്റെ പാപങ്ങൾ അവൻ ഒരു വാചകല്ലേ പറഞ്ഞുള്ളൂ, യേശുവെ നിരായത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തു കൊള്ളണം. അവനറിയാം അവൻ്റെ പാപങ്ങൾക്ക് ഒന്നിനും നീക്കുമൊക്കെ വരുത്തിയിട്ടില്ല, ഒരു പാപത്തിനും പരിഹാരം വരുത്തിയിട്ടില്ല, അവനൊന്നിനും നിരപ്പ് വരുത്തിയിട്ടില്ല. എല്ലാം അവനറിയാം. എന്നാൽ അവൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു മരിക്കുന്നതിന് മുൻപ്, യേശുവെ നിരായത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തു കൊള്ളണമേ. എന്തായിരുന്നു മറുപടി? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. സ്തോത്രം. അധികാരമുള്ള ദൈവപുത്രൻ്റെ അധികാരമുള്ള സ്വരം. സ്തോത്രം. നീ ഇന്ന് എന്നോട് പറുദീസയിലിരിക്കും. ഒരു സെക്കൻഡ് കൊണ്ട് പാപങ്ങളെ ക്ഷമിക്കാൻ അധികാരമുള്ളവൻ. അതാ വിശുദ്ധ വേദോസ്തം വ്യക്തമായി പറയുന്നു. 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു. ദൈവവേദലേ, നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും, ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതും സകല പാപങ്ങളും അവൻ്റെ രക്തത്താൽ കഴുകപ്പെടും. അവൻ കഴുകാൻ മനസ്സുള്ളവനാണ്. ഞാൻ വാരക്കിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും കൂടെ താഴം കഴിക്കും. വേറെ ഒരു വ്യവസ്ഥയുമില്ല. വേറെ ഒന്നും നീ കൊടുക്കണ്ട. നിന്റെ നേർച്ചയൊന്നും വേണ്ട, നിന്റെ വേറെ ഒന്നും വേണ്ട. ദൈവം വേറൊന്നും ആവശ്യപ്പെട്ടില്ല. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊള്ളാമോ? അവനായി ഹൃദയം തുറക്കാമോ? അവനായി ജീവിതം ഇപ്പോൾ കൊടുക്കാമോ? അവൻ വെറുക്കുന്ന പാപത്തെ നിനക്കിപ്പോൾ വെറുക്കാമോ? സ്തോത്രം. വേറെ ഒന്നും നീ ചെയ്യണ്ട. കർത്താവേ, എൻ്റെ പാവഴികളോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. ഞാൻ പാപത്തെ വെറുക്കുന്നു. ഞാൻ പാപത്തെ ഏറ്റു പറയുന്നു. ഇനി മനസ്സറിഞ്ഞ് ഞാൻ ഒരു പാപത്തിലേക്ക് പോവുകയില്ല. ഏതോ ഒരു വ്യക്തിക്കും പറയാവുന്നതല്ലേ പ്രിയപ്പെട്ടവർ? ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന കാര്യമല്ലേ? ആർക്കും സാധിക്കാത്ത കാര്യമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതം നിനക്ക് കൈമാറുന്നു. എന്നേക്കുമായ ജീവൻ ഞാൻ നിനക്ക് തരുന്നു. ഇനി മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് ഞാൻ പോവുകയില്ല. ഈ വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും ഈ വാക്ക് കേട്ടാൽ, ഞാൻ വാരക്കിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ, ഹൃദയം എപ്പോൾ തുറന്നാൽ, ജീവിതം കർത്താവിന് കൊടുത്താൽ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക എന്നൊരു വാക്ക് ദൈവത്തോട് പറഞ്ഞാൽ, ഞാൻ അകത്ത് കിടന്ന് ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമേറിയ, എത്ര മനോഹരമായ അനുഭവം! ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുന്ന അനുഭവം. അത്താഴം കഴിക്കുന്നവൻ പിന്നെ പോവുകയില്ല. അവൻ നിന്നോട് വസിക്കുവാനാണ് അവൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ശ്രേഷ്ഠമേറിയ അനുഭവം നിങ്ങൾക്കത് വേണ്ട. നമുക്ക് വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം 28, 29 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. സ്തോത്രം. 7 നാഴിക ചെന്നു, 11 കിലോമീറ്റർ നടന്നു. ഞാൻ ഇങ്ങനെയാണ് ധ്യാനിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക് തിരിക്കുന്നതായ ആ സ്ഥലം വന്നപ്പോൾ, ആ ഭാഗം വന്നപ്പോൾ
കർത്താവായ യേശുക്രിസ്തു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ്റെ ഹൃദയം പിടയുന്നുണ്ട്. ഈ കൂടെ നടക്കുന്നതായ ഈ സഹയാത്രികൻ ആരാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല ഇതുവരെയും. എന്നാൽ അവരെന്നെ ക്ഷണിക്കുമോ? കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അതാണ്. അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോട് പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവനവരോട് പാർപ്പാച്ചു. ഞങ്ങളോട് പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ. സ്തോത്രം. എത്ര വിശാലമായ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവർ. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നവൻ നിങ്ങളെ വിട്ട് കടന്നു പോകുവാൻ നോക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നേരം വൈകി അസ്തമിപ്പാറായല്ലോ. ദൈവത്തിലേ നിൻ്റെ ജീവിതത്തിൽ അസ്തമിപ്പാറായില്ലേ? നേരം വൈകിയില്ലേ? സൂര്യൻ അസ്തമിക്കാറായില്ലേ? ഇരുട്ട് വ്യാപരിക്കാറായില്ലേ? നിനക്ക് സമയമായോ? നീ ഞങ്ങളോട് പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നിർബന്ധിക്കുന്നവരെല്ലാം ഉണ്ട്. സ്വന്തം ഭവനത്തിലേക്ക് നിർബന്ധിക്കുന്നവരാരെല്ലാം ഉണ്ട്. യേശുവിന് അന്തി ഉറങ്ങുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം ഞാൻ വിട്ടുകൊടുക്കാമെന്ന് ഇപ്പോൾ ദൈവത്തോട് വാക്ക് പറയുന്നവരാരെല്ലാം ഉണ്ട്. അവനവനെ നിർബന്ധിച്ചു. അവൻ അവരോട് പാർപ്പാച്ചു. ആര് നിർബന്ധിച്ചാലും കൂടെ പോകുന്ന യേശു. സ്തോത്രം. തലയായിക്കാൻ ഇടമില്ലാത്തവൻ. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ കല്ലടാവിൽ പിറന്നു. വഴിയമ്പലത്തിന് സ്ഥലമില്ലായകയാൽ തുണികൾ ചുറ്റി പുൽത്തൊട്ടിയിൽ കിടത്തി. സ്തോത്രം. അവൻ ക്ഷീണിച്ചും തളർന്നും വിശന്നും ദാഹിച്ചും മാനസികമായ ബലഹീനതകളെല്ലാം സഹിച്ചും ജീവിച്ചു വന്നവനാണ്. സ്തോത്രം. അവൻ വിശന്നു. അവൻ വിശപ്പ് തീർപ്പാൻ അവൻ യാതൊന്നും പ്രവർത്തിച്ചില്ല. അവന് ദാഹിച്ചു. ശമരിയാക്കാർ സ്ത്രീയോട് എനിക്ക് കുടിപ്പാൻ തരുമ്പോൾ അവന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുല്യമായി പാവമൊഴിയ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ, പരീക്ഷയെ നേരിട്ടവൻ, ജയിച്ചവൻ, അവൻ തൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് മുട്ടുന്നു. ഞാൻ വാരക്കിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ആരെല്ലാം ഇപ്പോൾ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളോട് പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചാൽ അവൻ കൂടെ പാർക്കുന്ന ദൈവമാണ്. സ്തോത്രം. നാം എന്താണ് വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാർക്ക് വചനം കൊടുക്കുമ്പോൾ അവരോട് ഇപ്രകാരം പറഞ്ഞു: എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ തൻ്റെ അപ്പോസ്തലന്മാരുടെ അവസാനത്തെ പ്രസംഗത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു വ്യവസ്ഥയുമില്ല. പ്രിയപ്പെട്ടവർ, സ്വർഗത്തിലെ ഉടയവസ്ഥനായവൻ, പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ അധികാരമുള്ളവൻ, മനുഷ്യൻ സകല പാപങ്ങളെയും ക്ഷമിക്കുവാൻ അധികാരമുള്ളവൻ, അവൻ തൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. അവൻ പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിൻ്റെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിപ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾക്ക് ജയജീവിതം സാധ്യമല്ല. നിങ്ങൾക്ക് ജയജീവിതം വേണമോ? നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം വേണമോ? എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വേറൊരു വ്യവസ്ഥയും പറയാത്തവൻ, വേറെ യാതൊരു ക്ലെയിമും ഇല്ലാത്തവൻ, യാതൊരു ഡിമാൻഡും ഇല്ലാത്തവൻ. അവൻ വീണ്ടും പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. സഹോദരീ സഹോദരങ്ങളെ, കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവിനെ കൂടാതെയുള്ള ജീവിതം നിഷ്ഫലമാണ്. അത് പിശാച് അവകാശം പറയുന്നതാണ്. അത് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, നിത്യനരകത്തിലേക്ക് പോകുന്നതാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കർത്താവ് വ്യക്തമായി പറഞ്ഞു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 30-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ അവരുമായി ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്തു, അനുഗ്രഹിച്ചു, നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. സ്തോത്രം. കൂടെയുടെ വീട്ടിലേക്ക് ചെന്ന് കർത്താവായ യേശുക്രിസ്തു ഒരതിഥിയായി അവിടെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി കാണും. ഭാര്യയും ഭർത്താവും കൂടെ അവർ അപ്പം ഉണ്ടാക്കി കാണും.
അവർ ഭക്ഷണത്തിരിക്കുമ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? അവൻ അപ്പം എടുത്തു, അനുഗ്രഹിച്ചു, നുറുക്കിയവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതിഥി ആതിഥേയനായി മാറുകയാണ്. ഈ യേശുവിന് അവർ അപ്പം ഉണ്ടാക്കി കൊടുത്തു. ആ അപ്പം കൈകളിലെടുത്തിട്ട് യേശു അത് അനുഗ്രഹിച്ചു, നുറുക്കി അവർക്ക് തിരികെ കൊടുത്തു. സ്തോത്രം. വലിയ മർമ്മങ്ങളുണ്ട്. നിങ്ങൾ എന്ത് കർത്താവിന് കൊടുക്കുന്നുവോ അത് വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി കർത്താവ് തിരികെ തരും. എന്തെല്ലാം കൊടുത്തു? എന്നെ കൊടുത്തോ? നിൻ്റെ ഭാര്യയെ കൊടുത്തോ? നിൻ്റെ ഭർത്താവിനെ കൊടുത്തോ? നിൻ്റെ മക്കളെ കൊടുത്തോ? നിൻ്റെ മാതാപിതാക്കന്മാരെ കൊടുത്തോ? നിൻ്റെ സഹോദരി സഹോദരങ്ങളെ കൊടുത്തോ? നിൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുത്തോ? ആരെ കൊടുത്താലും വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കിയവൻ തിരികെ തരും. സ്തോത്രം. ഈ 7യുടെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ആർക്കെല്ലാം കൊടുക്കാൻ തോന്നുന്നുണ്ട്? ദൈവം ഇതിലേക്ക് കൊടുത്തുകൊള്ളുക. അത് കൊടുത്തു. അവൻ വാഴ്ത്തി അനുഗ്രഹിച്ചു. അവനത് 2 മുറിച്ചു, അവരുടെ നേരെ വെച്ച് നീട്ടി. അവരുടെ കണ്ണു തുറന്നു. എങ്ങനെ? ഒരപ്പോഴാണ് കർത്താവിൻ്റെ മുറിവേറ്റ കരങ്ങൾ കാണുന്നത്. കർത്താവിൻ്റെ ആണിപ്പിടുന്ന കരങ്ങൾ അവർ കണ്ടു. ആ കണ്ട നിമിഷത്തിൽ അവരുടെ ആത്മക്കണ്ണുകൾ തുറന്നു. ധ്യാനിക്കുന്ന ആത്മാവേ, വചനം കേൾക്കുന്ന ദൈവം ഇതിലേ എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കുമോ? ഇപ്പോൾ തന്നെ നേരെ നീട്ടിയിരിക്കുന്ന കരങ്ങൾ നീ കാണുമോ? സ്നേഹവാനായ കർത്താവിൻ്റെ ആണിപ്പിടുന്ന കരങ്ങൾ നീ കാണുമോ? ആ കരങ്ങൾ നീ ആയി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. കർത്താവെ, ഞാൻ എന്നെ നിനക്ക് തരുന്നു. ആയിരിക്കുന്ന അവസ്ഥയെ നിനക്ക് തരുന്നു. ഏറ്റെടുക്കണമേ. ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളെ കൈക്കൊള്ളണമേ. പാപങ്ങൾ ക്ഷമിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനെ പകരണമേ. നാവിൽ സ്തുതി തരണമേ. ആരാധന തരണമേ. നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ ആരാധിപ്പാൻ, നിനക്ക് വേണ്ടി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ. 2ാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവും മഹത്വം എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.